എന്താണെങ്കിലും ഇന്ത്യ ആദ്യത്തെ ഗോൾ സ്കോർ ചെയ്യുന്നത് അത് സുഹൈലിൻ്റെ ഗോളാണ്. ആ ഗോളിനെ പറ്റി പറയുമ്പം ഏതാണ്ട് 10 അല്ല അതിന് മുകളിൽ പാസുകൾ ഒരു ബിൽഡപ്പിൽ നിന്നാണ് ആ ഒരു ഗോൾ വരുന്നത് എന്നുള്ളതാണ്. മക്കാത്തൻ്റെ ഒരു റൈറ്റിലൂടെയുള്ള റൺ ഒരു അടിപൊളി പാസ്സാണ്. ആ ഒരു പാസ് നടക്കുമ്പോൾ സുഹൈലിൻ്റെ പൊസിഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻ റണ്ണാണ് ആൻഡ് ക്ലിനിക്കൽ ഫിനിഷ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. കാരണം ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്ത്യയിൽ വേറെ ഏത് സ്ട്രൈക്കർ ആണെങ്കിലും നമ്മുടെ സീനിയർ ടീമിൽ ഏതെങ്കിലും സ്ട്രൈക്കർ ആണെങ്കിലും ആ ഒരു ഗോൾ അടിക്കുമെന്നുള്ളത്. അമ്മാതിരി റണ്ണും അമ്മാതിരി ഒരു ക്ലിനിക്കലായിട്ടുള്ള ഫിനിഷിങ്ങുമാണ് അദ്ദേഹം നടത്തിയത് എന്നുള്ളതാണ്. സുഹൈൽ തീർച്ചയായിട്ടും നാഷണൽ ടീമിൽ ഒരു സ്ട്രൈക്കർ എന്ന നിലയിൽ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ് എന്നുള്ളത് പ്രൂവ് ചെയ്യുന്നു ഈ ഒരു മത്സരം. ഇനിയും അദ്ദേഹത്തിന് അടിക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. അതായത് മത്സരത്തിലെ ആ ഒരു ഗോൾ കാണുമ്പോഴാണ് ഹോങ്കോങ് മത്സരത്തിൽ നമുക്ക് മിസ്സായിപ്പോയിട്ടുള്ള അവസരങ്ങൾ, അതിലൊക്കെ ഈ സുഹൈലിനെ പോലത്തെ ഒരു പ്ലെയറിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ അത് എത്രത്തോളം ഗുണകരമായേനെ എന്നുള്ളത് മനസ്സിലാകുന്നത്.